Okay, friends, moving on towards the second chapter, strategic analysis and strategic planning. ഇതിനകത്ത് എന്നെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് ചോദിച്ചാൽ ഒബ്വിയസ്ലി ഐ വിൽ സേ പോർട്ടേഴ്സ് ഫൈവ് ഫോഴ്സസ് ഫ്രെയിംവർക്ക്. ഓക്കെ, പോർട്ടേഴ്സ് ഫൈവ് ഫോഴ്സസ് ഫ്രെയിംവർക്ക് ഇത്തവണ നന്നായിട്ട് പഠിക്കേണ്ട ഒരു ഏരിയയാണ്, എ കാറ്റഗറി ഇട്ടിട്ടുള്ള ഒരു ഏരിയയാണ്. അതേപോലെ തന്നെ പോർട്ട്ഫോളിയോ അനാലിസിസ് എസ്പെഷ്യലി BCG മെട്രിക്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ ഈ പറയുന്നത് പോലെ തന്നെ നോക്കേണ്ട ഒരു ഏരിയയാണ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ്. ഓക്കെ, നമുക്ക് മുന്നോട്ട് പോകുന്ന സമയത്ത് ഓരോ കാര്യങ്ങളായിട്ട് നോക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, സെറ്റാണെന്ന് കരുതുന്നു. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ്, പ്രത്യേകിച്ച് എന്താണ് ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന് ആദ്യം എഴുതുക. ഓക്കെ, ഇവിടെ ഒരു കാര്യം കൊടുത്തിട്ടുണ്ട്, ബിസിനസ് എൻവയോൺമെൻറ്റ് എന്താണെന്നുള്ളത്. ബിസിനസ് എൻവയോൺമെൻറ്റ് റെഫേഴ്സ് ടു സം ടോട്ടൽ ഓഫ് ഓൾ ദ കണ്ടീഷൻസ്, ഇവൻറ്റ്സ് ആൻഡ് ഇൻഫ്ലുവൻസസ്. ഓക്കെ, ഒരു ബിസിനസ്സിനെ സ്വാധീനിക്കുന്ന പല ഘടകങ്ങളുണ്ടാവും, ഇൻക്ലൂഡിങ് ഗവൺമെൻറ്റിൻ്റെ ഫേവറബിൾ ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ്, അതേപോലെ തന്നെ കണ്ടീഷൻസ്, ഇവൻറ്റ്സ്, COVID-19 പോലെയുള്ള പാൻഡമിക്സ് ഡെഫിനറ്റ് ആയിട്ട് ഒരു ബിസിനസ്സിനെ എന്ത് ചെയ്യും, ബാധിക്കും. സ്റ്റുഡൻസിൻ്റെ ഈ പറയുന്നത് പോലെ തന്നെ കൂടുതലായിട്ടുള്ള ഒരു ട്രെൻഡ്, അതായത് ഇപ്പം മുന്നൊക്കെ എഞ്ചിനീയറിംഗ് ആയിരുന്നു ട്രെൻഡ്, ഇപ്പോൾ CS, CMS, CS പോലെയുള്ള കൊമേഴ്സ് കോഴ്സസാണ് ട്രെൻഡ്, അത് ബാധിക്കും. Okay, in and around the organization and affects it hence has a clear understanding of business environment is of crucial importance. Okay, നിങ്ങൾ ഇതുവരെ എഴുതിയാലും മതി. ഓക്കെ, ഇതിനാണ് ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന് എഴുതുക. ബിസിനസ് എൻവയോൺമെൻറ്റ് രീതിയിൽ ബിസിനസ് എൻവയോൺമെൻറ്റിൻ്റെ ഈ പറയുന്നത് പോലെ തന്നെ എന്താണ്, എൻവയോൺമെൻറ്റ് ഈസ് കോംപ്ലക്സ് എന്ന് പറയുന്നത് എന്തുകൊണ്ട്, അത് നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഉണ്ട് അല്ലേ, നമ്മളതല്ലേ ബെസ്റ്റല്ലേ പഠിക്കുന്നത്. പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ്, എക്കണോമിക്കൽ ഫാക്ടേഴ്സ്, സോഷ്യൽ ഫാക്ടേഴ്സ്, ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ്, അങ്ങനെയുള്ള ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. സെക്കൻഡ് തിങ്, എൻവയോൺമെൻറ്റ് ഈസ് ഡൈനാമിക്. നമുക്ക് പെട്ടെന്ന് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ആപ്പിൾ ഐഫോണിൻ്റെ കേസിനകത്ത് തന്നെ അപ്ഗ്രേഡ്സും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് വരുന്നുണ്ട്. വൈ? ബിക്കോസ് ഈ പറയുന്ന ടെക്നോളജി ചേഞ്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റുള്ള ഇപ്പം വോഡാഫോൺ, ഐഡിയ, എയർടെൽ പോലെയുള്ള സംഭവങ്ങളെ സംബന്ധിച്ച് ജിയോ എന്ന് പറയുന്ന കോമ്പറ്റീറ്റർ പെട്ടെന്നാണ് വന്നത്. സോ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് ഡൈനാമിക് ആയിട്ടുള്ള സംഭവമാണ്. ഓക്കെ, ഡൈനാമിക് നേച്ചർ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻറ്റ് തിങ് ആണ്. കീപ്സ് ഓൺ ചേഞ്ചിങ്, സ്റ്റാറ്റിക് ആയിട്ട് നിൽക്കില്ല. എൻവയോൺമെൻറ്റ് ഈസ് മൾട്ടി ഫാസറ്റഡ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, കോവിഡ് എന്ന് പറയുന്നത് ബൈജൂസിനെ സംബന്ധിച്ചൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു, സ്പോട്ടിഫൈനെ സംബന്ധിച്ചൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു, സാനിറ്റൈസേഴ്സിനെ സംബന്ധിച്ചൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. പക്ഷേ പല ബിസിനസ്സിനെ സംബന്ധിച്ച്, മെജോറിറ്റി ബിസിനസ്സിനെ സംബന്ധിച്ച് അതൊരു ത്രെറ്റായിരുന്നു. സോ എങ്ങനെയാണ് നമ്മളത് നോക്കുന്നത് എന്നുള്ളതാണ്. പെർസെപ്ഷൻ മീൻസ് എങ്ങനെയാണ്, ഇത് സ്റ്റാൻഡ് പോയിന്റിലാണ്, വ്യൂ പോയിന്റിലാണ് ഓഫ് ദ ഒബ്സർവർ ഈസ് ഇമ്പോർട്ടൻറ്റ്. Some conditions represent the opportunity than for one person and the same time threat to other. Okay, environment is a far reaching impact എന്ന് പറയുന്നത് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് ഈ പറയുന്നത് പോലെ തന്നെ എൻവയോൺമെൻറ്റിൽ നിന്നുള്ള മാറ്റങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ബൗൺസ് ബാക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. എക്സാമ്പിൾ ശ്രീലങ്കയിലത്തെ റിസഷൻ്റെ കാര്യം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇമ്പാക്റ്റ് ഓഫ് എൻവയോൺമെൻറ്റ് ഈസ് ലോങ് ലാസ്റ്റിംഗ്. ഓക്കെ, ഇനി ജസ്റ്റ് എന്തൊന്ന് നോക്കിയാൽ മതി. ദാറ്റ് ഈസ് അബൌട്ട് ദാറ്റ് പോയിന്റ്. ഓക്കെ, എന്നെ സംബന്ധിച്ച് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്, മുന്നോട്ട് പോകുന്ന സമയത്ത് ഫൈവ് ഫോഴ്സസ്, പോർട്ടേഴ്സ് ഫൈവ് ഫോഴ്സസ് ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. മക്കളെ ആദ്യം മനസ്സിലാക്കുക, എൻവയോൺമെൻറ്റ് എന്ന് പറയുന്ന സമയത്ത് എൻവയോൺമെൻറ്റിനകത്ത് അല്ലേ മാക്രോ എൻവയോൺമെൻറ്റ് ഉണ്ട്, മൈക്രോ എൻവയോൺമെൻറ്റ് ഉണ്ട്. മൈക്രോ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരേ ടൈപ്പ് ഓഫ് പ്രൊഡക്ട്സ് കച്ചവടം ചെയ്യുന്ന കമ്പനീസിനെയാണ് ഇൻഡസ്ട്രി എന്നുള്ള രീതിയിൽ വിളിക്കുന്നത്. അപ്പോൾ ഇൻഡസ്ട്രിയിൽ എങ്ങനെയാണ് നമുക്കൊരു ഇൻഡസ്ട്രി അട്രാക്റ്റീവ് ആണോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ 5 ഫോഴ്സ് നോക്കണം എന്നുള്ളതാണ് നമ്മുടെ ചങ്ങാതിയായിട്ടുള്ള മൈക്കൽ പോർട്ടർ പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ തന്നെ ഏതാ ഇമ്പോർട്ടൻ്റ് എന്ന് ചോദിച്ചാൽ ബാരിയേഴ്സ് ടു എൻട്രി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എന്താണ് ബാരിയേഴ്സ് ടു എൻട്രി എന്ന് ചോദിച്ചാൽ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഞാനിപ്പോൾ ഒരു ബിസിനസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ബിസിനസ് ചെയ്യുന്ന സമയത്ത് 2 കാര്യങ്ങളാണ് നോക്കേണ്ടത്. ഒന്ന് കോമ്പറ്റീഷൻ നോക്കണം, ഇൻഡസ്ട്രി അട്രാക്റ്റീവ്നെസ് നോക്കണം. കോമ്പറ്റീഷൻ ഇല്ലെങ്കിൽ ഡെഫിനറ്റ്ലി ഇൻഡസ്ട്രി അട്രാക്റ്റീവ്നെസ് ഉണ്ടായിരിക്കും. പക്ഷേ കോമ്പറ്റീഷൻ ഇല്ലെങ്കിൽ എപ്പോഴും ഇൻഡസ്ട്രി അട്രാക്റ്റീവ്നെസ് ഉണ്ടോ എന്ന് വെച്ചാൽ ഒന്നും ഉണ്ടാവില്ല. കാരണം നമുക്ക് ഈ പറയുന്നത് റേഡിയോ ഇൻഡസ്ട്രി എടുക്കാം. റേഡിയോ ഇൻഡസ്ട്രിയുടെ കേസിനകത്ത് കോമ്പറ്റീഷൻ ഒന്നും വലിയ രീതിക്കില്ല. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഇൻഡസ്ട്രി അട്രാക്റ്റീവ്നെസ് കുറവാണ്, കാരണം ഡിമാൻഡ് ഈ പറയുന്നത് കുറവാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ട് വേണം നമ്മളൊരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. സോ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ത്രെറ്റ് ഓഫ് ന്യൂ എൻട്രൻസ് എന്ന് പറയുന്നൊരു പോയിന്റാണ് ഫസ്റ്റ് സംസാരിക്കുന്നത്. എന്താണ് ത്രെറ്റ് ഓഫ് ന്യൂ എൻട്രൻസ് എന്ന് പറയുന്നൊരു പോയിന്റാണ് സംസാരിക്കാനായിട്ടുള്ളത്. ഓക്കെ, ജസ്റ്റ് ഈ പറയുന്നത് പോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നു എന്നുള്ള കാര്യം കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. അതിൻ്റെ ഈ ഒരു പോയിന്റ് പഠിക്കുക. ഫോളോയിങ് ആർ ഇമ്പോർട്ടൻറ്റ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഫ്രെയിംവർക്ക്. ഓക്കെ, എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്? It is used at the level of SBU, strategic business unit, and not at the level of whole organization. This is because organizations are diverse in their operations and markets. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞു വെച്ചാൽ ഇപ്പോൾ റിലയൻസ് എന്ന് പറയുന്ന കമ്പനിക്ക് ഒരുപാട് ബിസിനസ്സുകളുണ്ട് അല്ലേ. ഇപ്പോൾ റിലയൻസിൻ്റെ ഒരു ബിസിനസ്സാണ് ജിയോ. ഇപ്പോൾ നമ്മൾ പോർട്ടേഴ്സ് ഫൈവ് ഫോഴ്സസ് ഫ്രെയിംവർക്ക് ചെയ്യുന്ന സമയത്ത് ആ ജിയോ എന്ന് പറയുന്ന പർട്ടിക്കുലർ ബിസിനസ് എടുത്തിട്ടാണ് ചെയ്യുന്നത്, അല്ലാതെ റിലയൻസിൻ്റെ മൊത്തത്തിലല്ല ചെയ്യുന്നത്. ഓക്കെ, ഫ്രെയിംവർക്ക് മസ്റ്റ് നോട്ട് ബി യൂസ് ടു ഗിവ് എ സ്നാപ്ഷോട്ട് ഇൻ ടൈം. അതായത് നമുക്കൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് വഴി മാത്രമേ ഇത് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് സാധിക്കും. ഒരു പെട്ടെന്നൊരു അല്ലേ ഓവർനൈറ്റ് സക്സസ് ഉണ്ടാവണം എന്നുള്ള രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല.
കണക്ഷൻസ് ബിറ്റ്വീൻ കോമ്പറ്റീറ്റീവ് ഫോഴ്സസ് ആൻഡ് സ്ട്രക്ചറൽ ഡ്രൈവേഴ്സ്. സ്ട്രക്ചറൽ ഡ്രൈവേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? സ്ട്രാറ്റജീനെ ഡ്രൈവ് ചെയ്യുന്ന കാര്യങ്ങൾ. കോമ്പറ്റീറ്റീവ് ഫോഴ്സസ് എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ്റെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റ്, അത് മനസ്സിലാക്കാൻ എസെൻഷ്യലാണ്. 5 ഫോഴ്സസ് ഇൻ്റർഡിപ്പെൻഡൻ്റ് ആണ്, ഇൻഡിപെൻഡൻ്റ് അല്ല. കോമ്പറ്റീറ്റീവ് ബിഹേവിയർ മേ ബി കൺസേൺ വിത്ത് ഡിസ്ട്രപ്റ്റിംഗ് ദീസ് ഫാക്ടേഴ്സ് ആൻഡ് നോട്ട് സിംപ്ലി അക്കോമഡേറ്റിംഗ് ദം. ഓക്കെ, കറക്റ്റായിട്ട് അതിനെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? ഫാക്ടേഴ്സിനെ കുറിച്ച് തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പം ഞാൻ ഓരോ പോയിന്റ്സ് ആയിട്ട് സംസാരിക്കാം. റിസ്ക് ഓഫ് എൻട്രി ബൈ പൊട്ടൻഷ്യൽ കോമ്പറ്റീറ്റേഴ്സ്, ത്രെറ്റ് ഓഫ് ന്യൂ എൻട്രൻസ്. പുതുതായിട്ടൊരു എൻട്രൻറ്റ് മാർക്കറ്റിലോട്ട് വരുന്ന സമയത്ത് അവർ കൂടുതലായിട്ടുള്ള സപ്ലൈ കൊണ്ടുവരും. സോ ബേസിക്കലി എന്ത് കുറയും? ഡിമാൻഡ് കുറയും. സോ പ്രൈസും കാര്യങ്ങളും കുറയും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാം? എ ഹൈ റിസ്ക് ഓഫ് എൻട്രി by potential competitors represents a threat to the profitability of established companies. The greater the cost potential competitors must be able to enter the industry, the greater barriers to entry എന്നുള്ള രീതിയിലാണ് എന്ത് ചെയ്ത് സംസാരിക്കുന്നത്. സോ ബാരിയേഴ്സ് ടു എൻട്രി കുറവാണെങ്കിൽ പ്രോഫിറ്റ് മാർജിൻ ഹൈ ആയിരിക്കും. ഫസ്റ്റ് പോയിന്റ് ഈസ് എക്കണോമീസ് ഓഫ് സ്കെയിൽ. ഞാൻ എപ്പോഴും പറയുന്നൊരു ടോപ്പിക്കാണ്. ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഫോർ എക്സാമ്പിൾ ഒരു CA ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെന്ന് വിചാരിക്കുക. സോ ഈ CA ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു ക്ലാസ്സിൽ ഒരു 100 സ്റ്റുഡൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ 100 സ്റ്റുഡൻസിന് അവർക്ക് അവരുടെ ടോട്ടലായിട്ടുള്ള അവരുടെ ബിൽഡിങ്ങിൻ്റെ റെൻറ്റ്, അവരുടെ ഫാക്കൽറ്റി കോസ്റ്റ്, അവരുടെ ക്ലാസ് നടത്താനായിട്ടുള്ള ഫാക്കൽറ്റി കോസ്റ്റ്, മറ്റ് പവർ കോസ്റ്റ്, എല്ലാ രീതിയിലുള്ള ഫിക്സഡ് കോസ്റ്റും നമുക്ക് എത്ര സ്റ്റുഡൻസിലോട്ട് അട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും? 100 സ്റ്റുഡൻസിലോട്ട് അട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറയുന്നത് പോലെ സാധിക്കും. സേ ഫോർ എക്സാമ്പിൾ 1 lakh rupees ആണ് 6 മന്ത്സിന് ഫിക്സഡ് കോസ്റ്റ് ഇനത്തിൽ വരുന്നതെന്നുണ്ടെങ്കിൽ 1 lakhs ഡിവൈഡഡ് ബൈ 100 എന്നുള്ള രീതിയിൽ നമുക്ക് 10,000 rupees, ഓക്കെ സോറി 1 lakh അല്ല 10 lakhs, ഓക്കെ 10,000 rupees നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 10,000 rupees നമുക്ക് ഈ പറയുന്നത് പോലെ തന്നെ സ്റ്റുഡൻസിലോട്ട് അത്ര അലോക്കേറ്റ് ചെയ്താൽ മതി. ഇതേ സമയത്ത് പുതുതായിട്ടൊരു കമ്പനി വരുന്ന സമയത്ത് ഈ 100 സ്റ്റുഡൻസിന് പകരം അവർക്ക് കിട്ടിയത് ഓൺലി സേ ഫോർ എക്സാമ്പിൾ 25 സ്റ്റുഡൻസിനെയാണെന്ന് വിചാരിക്കുക. അവർ ഓരോ സ്റ്റുഡൻസിലോട്ടും 30,000 വെച്ചിട്ട് അല്ലേ, ഓരോ സ്റ്റുഡൻസിലോട്ടും വെച്ചിട്ട് 40,000 വെച്ചിട്ട് എന്ത് ചെയ്യേണ്ടി വരും? ഫിക്സഡ് കോസ്റ്റ് അലോക്കേറ്റ് ചെയ്യേണ്ടി വരും. ഇത് ബേസിക്കലി എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ഈ പറയുന്നത് പോലെ തന്നെ നമ്മുടെ മൊത്തത്തിലുള്ള നമ്മൾ കൊടുക്കുന്ന അല്ലെ ആ ഒരു ഫീസിനെ ബാധിക്കും. ഇതേ സംഭവം കമ്പനിയുടെ കേസിനകത്ത് അപ്ലിക്കബിൾ ആവും. പാർലി ജി, അതേപോലെ തന്നെ മറ്റേ ടൈഗർ, ഇവരൊക്കെ പിടിച്ചു നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വെൻ യൂണിറ്റ് കോസ്റ്റ് വാൾ എ ഫോം expands its output. Source of scale economies include cost reductions gained through mass producing a standardized output, discount on bulk purchases of raw material, അങ്ങനെയൊക്കെയാണ് എന്ത് ചെയ്യുന്നത് വരുന്നത്. സോ ബേസിക്കലി എക്കണോമീസ് ഓഫ് സ്കെയിൽ ഉണ്ടെങ്കിൽ ത്രെറ്റ് ഓഫ് ന്യൂ എൻട്രി കുറയും. ബ്രാൻഡ് ലോയൽറ്റി എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നത്തിങ് വന്നിട്ടും നമുക്ക് ഈ പറയുന്നത് പോലെ തന്നെ ആരോടാണ് താല്പര്യം ഉണ്ടാവുക? ഈ പറയുന്നത് പോലെ തന്നെ ആപ്പിളിനോടാണ് താല്പര്യം ഉണ്ടാവുക. കുറേ നാളായിട്ട് അവർ എസ്റ്റാബ്ലിഷ് ചെയ്തൊരു ബ്രാൻഡിൻ്റെ ലോയൽറ്റിയാണ്. ബ്രാൻഡ് ലോയൽറ്റി എക്സിസ്റ്റ് when consumers have preference for the product of established companies. Okay, company can create brand loyalty by continuously advertising its brand name, patent protection of products, product innovation, research and development, high quality products, exceptional after sales service. അങ്ങനെ കസ്റ്റമേഴ്സിന് കൂടുതലായിട്ട് ഒരു യൂട്ടിലിറ്റി കൊടുത്തുകൊണ്ട് ബ്രാൻഡ് ലോയൽറ്റി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കും. അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ചില റോ മെറ്റീരിയൽ, ഓക്കെ ചില ടൈപ്പ് ഓഫ് റോ മെറ്റീരിയൽ, ചില ടൈപ്പ് ഓഫ് ലേബർ, ഓക്കെ ഇത് നമ്മുടെ കമ്പനീസിന് മാത്രമേ കൺട്രോൾ ഉള്ളൂ എന്ന് വിചാരിക്കുക. എക്സാമ്പിൾ ഞാൻ എപ്പോഴും പറയാറുള്ള കുന്തം എന്ന് പറഞ്ഞിട്ട് തൃശ്ശൂർ ഒരു ഫോട്ടോസ്റ്റാറ്റ് കടയുണ്ട്. അപ്പോൾ ഇവർക്ക് വളരെ ചെറിയ പൈസയ്ക്ക് ഫോട്ടോസ്റ്റാറ്റും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. റീസൺ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവരവിടെ യൂസ് ചെയ്യുന്ന കാറ്ററിജ് ആണെന്നുണ്ടെങ്കിൽ, അവരവിടെ യൂസ് ചെയ്യുന്ന മെഷീനറീസ് ആണെന്നുണ്ടെങ്കിൽ, അതായത് പ്രിൻ്റർ ആണെന്നുണ്ടെങ്കിൽ ഒക്കെ വളരെ ലോ കോസ്റ്റിൽ പ്രൊക്യൂർ ചെയ്യുന്നതാണ്. അതാണ് സംസാരിക്കുന്നത് അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജ്, മീനിങ് ദാറ്റ് entrants cannot expect to match the established company's lower cost structure. ഇവരുടെ ഇത്രയും ലോവസ്റ്റ് പ്രൈസിൽ മറ്റ് പുതിയ ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജ് അറൈസ് ഫ്രം 3 മെയിൻ സോഴ്സസ്: സുപ്പീരിയർ പ്രൊഡക്ഷൻ ഓപ്പറേഷൻസ്, processes due to accumulated experience or trade secrets, control of particular inputs required for production. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഫണ്ട് എന്ത് ചെയ്യും? ചീപ്പറായിട്ട് കിട്ടുകയും ചെയ്യും. കാരണം നമ്മൾ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള കമ്പനീസാണ്. കസ്റ്റമർ സ്വിച്ചിങ് കോസ്റ്റ് നിങ്ങൾ ആലോചിച്ച് നോക്കുക. 2 സോഫ്റ്റ്വെയർ ആണ്. ഒരു സോഫ്റ്റ്വെയർ ആക്ച്വലി ഒരു 10,000 rupeesന് ഈ പറയുന്നത് പോലെ തന്നെ എന്ത് ചെയ്യും? നമുക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു. ഓരോ വർഷം 2,000 rupees വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? 2,000 rupees വെച്ചിട്ട് നമ്മൾ ഈ പറയുന്നത് പോലെ തന്നെ മെയിൻ്റനൻസ് കോസ്റ്റ് വെക്കേണ്ടതുണ്ട്. ഒരു 8,000 രൂപയ്ക്ക് ഒരു സോഫ്റ്റ്വെയർ വന്നാൽ പോലും ഞാൻ ആ സോഫ്റ്റ്വെയറിലോട് സ്വിച്ച് ചെയ്യില്ല. കാരണം എന്താ? ഞാൻ ഈ ആദ്യത്തെ സോഫ്റ്റ്വെയർ വന്നപ്പം അതിനെക്കുറിച്ച് കൂടുതലായിട്ട് എംപ്ലോയീസിന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൽ സെറ്റാണ്. വിച്ച് മീൻസ് ദാറ്റ് ഒരു സ്വിച്ചിങ് കോസ്റ്റ് വരും. സ്വിച്ചിങ് കോസ്റ്റ് വരുന്നത് കൊണ്ട് തന്നെ പുതുതായിട്ടൊരു കമ്പനി വന്നു വെച്ചാലും കസ്റ്റമർ പുതിയ കമ്പനിയിലോട്ട് എന്ത് ചെയ്യില്ല? സ്വിച്ച് ചെയ്യില്ല. അതിനെയാണ് കസ്റ്റമർ സ്വിച്ചിങ് കോസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഗവൺമെൻറ് റെഗുലേഷൻസ് ഒരു മേജർ എൻട്രി ബാരിയറാണ്. ലൈക്ക് ഫോർ എക്സാമ്പിൾ ഇൻ ദ കേസ് ഓഫ് ദ പെട്രോൾ പമ്പ്സ്, അമ്യൂസ്മെൻറ്റ് പാർക്സ് എക്സെട്ര, പുതുതായിട്ട് വരുന്ന ആൾക്കാർക്ക് ഈ പറയുന്ന പോലെ ലൈസൻസും കാര്യങ്ങളൊക്കെ ഒബ്റ്റെയിൻ ചെയ്യേണ്ടി വരും. ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സോ ദി വിൽ ബി ബാർഡ് ഫ്രം എൻറ്ററിങ് ഇൻ ടു ദ ഇൻഡസ്ട്രി എന്നുള്ളൊരു പോയിൻ്റാണ് സംസാരിക്കാനായിട്ടുള്ളത്. സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. ഇതിനെ സംബന്ധിച്ച് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ആ ഒരു ടോപ്പിക്ക്. നെക്സ്റ്റ് വി ആർ മൂവിങ് ഓൺ ടുവേഴ്സ് കോമ്പറ്റീറ്റീവ് റൈവൽറി. റൈവൽറി മീൻസ് എക്സ്ട്രീം കോമ്പറ്റീഷൻ.
ഓക്കെ, എക്സ്ട്രീം കോമ്പറ്റീഷൻ ആണ്. എന്താണ് റൈവൽറി? റൈവൽറി റെഫേഴ്സ് ടു ദ കോമ്പറ്റേറ്റീവ് സ്ട്രഗിൾ ബിറ്റ്വീൻ കമ്പനീസ് വിത്തിൻ ആൻ ഇൻഡസ്ട്രി ടു ഗെയിൻ മാർക്കറ്റ് ഷെയർ ഫ്രം ഈച്ച് അതർ. ഓക്കെ, അപ്പോൾ പല രീതിയിൽ അവർ റൈവൽറി നടത്തും. റൈവൽറി ഏതൊക്കെ സിറ്റുവേഷൻസിനകത്ത് നമുക്ക് റൈവൽറി ഉണ്ടെന്ന് പറയാൻ പറ്റും? ഒന്ന് ഇൻഡസ്ട്രി കോമ്പറ്റേറ്റീവ് സ്ട്രക്ചർ. ഇൻഡസ്ട്രി കോമ്പറ്റേറ്റീവ് സ്ട്രക്ചർ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഇൻഡസ്ട്രീനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഫ്രാഗ്മെന്റഡ് ഇൻഡസ്ട്രി ആൻഡ് കൺസോളിഡേറ്റഡ് ഇൻഡസ്ട്രി. ഫ്രാഗ്മെന്റഡ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റ്. നമ്മൾ തൃശ്ശൂരൊക്കെ എമ്മോ റോഡിലൊക്കെ ഒരുപാട് ഷോപ്സ്, ദാറ്റ് ഈസ് ടെക്സ്റ്റൈൽ ഷോപ്സ് ഇങ്ങനെ ചെതറി കിടക്കുന്നുണ്ട്. ദാറ്റ് ഇസ് നോൺ ആസ് ഫ്രാഗ്മെന്റഡ് ഇൻഡസ്ട്രി. Okay, consolidated industry means monopoly or oligopoly. Like for example, Nayara, HP, Indian Oil ഇവരൊക്കെ കൺട്രോൾ ചെയ്യുന്ന പെട്രോൾ പമ്പ്, പെട്രോളിയം പ്രൊഡക്ട്സ് ഇൻഡസ്ട്രി. അപ്പോൾ ആ സമയത്ത് എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ പറയുന്നത് പോലെ തന്നെ മറ്റേ കൺസോളിഡേറ്റഡ് ഇൻഡസ്ട്രി ആണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ലീഡർ ഉണ്ടായിരിക്കും. ഓക്കെ, ഇപ്പം ആ ലീഡർ പ്രൈസ് വെച്ചിട്ടാണ് അവർ എന്ത് ചെയ്യുക, മറ്റുള്ള ആൾക്കാരൊക്കെ പ്രൈസ് ഫിക്സ് ചെയ്യുക. സോ ബേസിക്കലി അവിടെ ഒരു എന്തുണ്ടാവില്ല, റൈവൽറി ഉണ്ടാവാനുള്ള സാധ്യതയില്ല. ആൻഡ് ഓൾസോ കൺസോളിഡേറ്റഡ് ഇൻഡസ്ട്രി എന്ന് പറയുന്ന സമയത്ത് അവരുടെ പ്രൊഡക്റ്റൊക്കെ ഡിഫറൻഷിയേറ്റഡ് പ്രൊഡക്റ്റ് ആയിരിക്കും. അൺലെസ് ഇൻ ദ കേസ് ഓഫ് ദ ബട്ട് ഇൻ ദ കേസ് ഓഫ് ദ ഫ്രാഗ്മെന്റഡ് ഇൻഡസ്ട്രി അത് എന്തായിരിക്കില്ല, അതത്ര ഈ പറയുന്നത് പോലെ തന്നെ ഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഒന്നും ആയിരിക്കില്ല. സോ ഭയങ്കരമായിട്ടുള്ള രീതിയിലുള്ള പ്രൈസ് വാർസ് ഉണ്ടായിരിക്കും. എക്കണോമിക് ബൂം ടൈംസ് ഉണ്ടായിരിക്കും. ദാറ്റ് ഈസ് ചില സമയത്ത് ഡിമാൻഡ് കൂടും, ചില സമയത്ത് ഡിമാൻഡ് കുറയും. സോ ബേസിക്കലി പ്രോഫിറ്റബിലിറ്റി എന്ന് പറയുന്നത് അങ്ങനെ സ്റ്റാൻഡ് സ്റ്റിൽ ആയിട്ട് നിൽക്കില്ല എന്നുള്ളൊരു പോയിന്റാണ് സംസാരിക്കാനായിട്ടുള്ളത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇൻഡസ്ട്രി ഡിമാൻഡ് സെക്കൻഡ് പോയിന്റ് ആണ്. ഇൻഡസ്ട്രി ഡിമാൻഡ് എന്ന് പറയുന്നത് പ്രൊഡക്റ്റിന് ഡിമാൻഡ് വളരെയധികം കുറവാണെന്നുണ്ടെങ്കിൽ റൈവൽറി കൂടുതലായിരിക്കും. കാരണം ഓൾറെഡി ആ ഒരു ചെറിയൊരു മാർക്കറ്റ് ഷെയർ മാത്രമേ ഉള്ളൂ. അത് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ ഓർഗനൈസേഷൻസ് കഷ്ടപ്പെട്ട് ട്രൈ ചെയ്യും. അതാണ് ഗ്രോയിങ് ഡിമാൻഡ് ഫ്രം ന്യൂ കസ്റ്റമേഴ്സ് ഓർ അഡീഷണൽ പർച്ചേസസ് ബൈ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ് ടെൻഡ് ടു ബി മോഡറേറ്റ് by providing greater scope for companies to compete for customers. Growing demand tend to reduce rivalry. നിങ്ങൾ ആലോചിച്ച് നോക്കി, ജ്വല്ലറി ഷോപ്സ് ഉണ്ട്, പക്ഷേ എന്നാൽ പോലും അവിടെ റൈവൽറി ഇല്ല. കാരണം ഈ പറയുന്നത് പോലെ തന്നെ അവർക്ക് ഡിമാൻഡ് അത്യാവശ്യമുണ്ട്. ഓക്കെ, അത്രയും കാര്യങ്ങളൊക്കെയാണ് അവിടെ സംസാരിക്കാനായിട്ടുള്ളത്. ഓക്കെ, സോ കോസ്റ്റ് കണ്ടീഷൻസ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഫിക്സഡ് കോസ്റ്റ് ആണ്. ഫിക്സഡ് കോസ്റ്റ് കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ നമ്മൾ അൺപ്രോഫിറ്റബിൾ ആയിട്ടാണെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ചെറിയ പ്രൈസ് കൊടുത്തിട്ട് നമ്മൾ ഫിക്സഡ് കോസ്റ്റ് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കും. ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കേസാണ് ഇത്. നമുക്ക് കോസ്റ്റ് കണ്ടീഷൻസ് എക്സസ് ബാരിയേഴ്സ് നമുക്ക് കമ്പൈൻ ചെയ്ത് പറയാം. ഞാൻ റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്ത് 1 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് അവിടുന്ന് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല, എക്സിറ്റ് അടിച്ച് പോകാൻ പറ്റില്ല. എനിക്ക് ഫിക്സഡ് കോസ്റ്റ് ഒരുപാട് വരുന്നുണ്ട്. ഷെഫിൻ്റെ കോസ്റ്റ്, ഇലക്ട്രിസിറ്റി കോസ്റ്റ്, ബിൽഡിങ്ങിൻ്റെ റെൻറ്റ്. അപ്പോൾ ആ സമയത്ത് ഞാൻ എന്ത് ചെയ്യും, ഞാൻ എൻ്റെ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ്, ചിക്കൻ ബിരിയാണിയുടെയൊക്കെ പ്രൈസ് ചിലപ്പോൾ ഞാനൊരു 110 രൂപയ്ക്കും കൊടുക്കും. ആക്ച്വലി അവിടെയൊക്കെ വന്നിട്ട് ഒരു 180 രൂപയ്ക്ക് കൊടുക്കാം, പക്ഷേ കോമ്പറ്റീറ്ററിലുകൊണ്ട് ഞാനൊരു 110 രൂപയ്ക്ക് കൊടുക്കും. അപ്പോൾ ആ സമയത്ത് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ എൻ്റെ ഫിക്സഡ് കോസ്റ്റ് കൂടുതലാവുന്നതുകൊണ്ട് ഞാനൊരു ഫിക്സഡ് കോസ്റ്റ് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് 110 രൂപയ്ക്കൊക്കെ കൊടുക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കി. അപ്പോൾ അങ്ങനെ ഒരു ഇൻഡസ്ട്രി ആണെങ്കിൽ പുതുതായിട്ടൊരു കമ്പനിക്ക് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാവില്ലേ, ഭയങ്കര മടിയാവില്ലേ? ഇതാണ് സംസാരിക്കുന്നത്. ഫിക്സഡ് കോസ്റ്റ് are the costs that must be paid before the firm makes a single sale. Industries where fixed costs are high, profitability tends to be highly leveraged to sales volume, and the desire to grow volume can spark intense rivalry. ഓക്കെ, എക്സിറ്റ് ബാരിയേഴ്സ് അതാ പറയുന്നത്. എക്സിറ്റ് ബാരിയേഴ്സ് ഒരുപാട് എക്കണോമിക്കലായിട്ടുള്ള, സ്ട്രാറ്റജിക്കലായിട്ടുള്ള, എമോഷണൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും. ചില സിറ്റുവേഷൻസിനകത്ത് എനിക്ക് എൻ്റെ മുതമുത്തശ്ശന്മാർ തുടങ്ങിയ കമ്പനിയാണ്, എനിക്കത് എക്സിറ്റ് ചെയ്ത് പോകാൻ ഒരു താല്പര്യക്കുറവുണ്ടായിരിക്കും. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഡിമാൻഡും ഇല്ല, പ്രോഫിറ്റും ഇല്ല. പക്ഷേ കുറേയധികം അൺപ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഇൻഡസ്ട്രീസ് ഒരു അൺപ്രോഫിറ്റബിൾ ഇൻഡസ്ട്രിയിൽ ലോക്ക്ഡായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് എന്താണെന്ന് വെച്ചാൽ പുതിയൊരു ഓർഗനൈസേഷൻ ഒരിക്കലും വരാൻ സാധിക്കില്ല. ആൻഡ് ഓൾസോ ദർ വിൽ ബി റൈവൽറി. ഓക്കെ, സ്ട്രാറ്റജിക്കലായിട്ടുള്ള ബാരിയർ എന്ന് പറയുന്നത് എന്താ? അതായത് ഇപ്പോൾ ഞാനിവിടുന്ന് ബിസിനസ് നിർത്തി പോയി കഴിഞ്ഞു വെച്ചാൽ അതൊരു എന്നെ സംബന്ധിച്ചൊരു ഈഗോ ഹേർട്ടായിരിക്കും അല്ലേ? അങ്ങനെയുള്ള രീതിയിൽ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും. പിന്നെ അതേപോലെ തന്നെ നോക്ക് ഡൗൺ എഫക്ട്സ് നമ്മൾ പറയാറുണ്ട്. എന്താ നോക്ക് ഡൗൺ എഫക്ട്സ് എന്ന് പറയുമ്പോൾ, ഒരു ബിസിനസ്സിൽ വരുന്ന ചേഞ്ച് മറ്റ് ബിസിനസ്സിൽ, അതായത് ഒരു ബിസിനസ് ക്ലോസ് ചെയ്താൽ മറ്റ് ബിസിനസ്സിനെയും ബാധിക്കുമെങ്കിൽ അതിനെ നോക്ക് ഡൗൺ എഫക്ട്സ് എന്ന് വിളിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ എന്തെങ്കിലും ഗവൺമെൻറ് ഗ്രാൻഡ്സ് കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടെങ്കിൽ അവിടെയും ഇഷ്യൂ ഉണ്ട്. സോ ദാറ്റ്സ് എ പോയിന്റ്. ഓക്കെ, ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ബാക്കി പോയിന്റ്സ് ഒക്കെ നിങ്ങൾ ഒരുമിച്ച് ഒറ്റയ്ക്ക് നോക്കുക. ബാർഗെയിനിങ് പവർ ഓഫ് ബയേഴ്സ് ഒന്നുമില്ല. ബാർഗെയിനിങ് പവർ ഓഫ് ബയേഴ്സിൻ്റെ കേസിനകത്ത് ബയേഴ്സ് ചോയ്സ് ലാക്ക് ചെയ്യുന്ന സിറ്റുവേഷൻസിനകത്ത് ബാർഗെയിനിങ് പവർ കൂടും. ലാർജ് ക്വാണ്ടിറ്റീസിൽ ബൈ ചെയ്യുന്നു, ഹോൾസെയിൽ ബയേഴ്സാണ്. അതേപോലെ തന്നെ സപ്ലൈ ഇൻഡസ്ട്രി ഡിപ്പെൻഡ് ഓൺ ബയേഴ്സിനെയാണ് കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത്. സ്വിച്ചിങ് കോസ്റ്റ് ലോ ആണ്. ഓക്കെ, ബയേഴ്സ് ഇൻഡസ്ട്രിയിൽ എൻ്റർ ചെയ്തിട്ട് ഈ പറയുന്ന പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിലും ബയേഴ്സിൻ്റെ ബാർഗെയിനിങ് പവർ കൂടുതലായിരിക്കും. ക്ലിയർ അല്ലേ? പിന്നെ സംബന്ധിച്ച് അതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. VRIO ഫ്രെയിംവർക്ക്, ഒബ്ജക്റ്റീവ് ഓഫ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജിന് ദർ മസ്റ്റ് ബി സർട്ടൻ കോർ കോമ്പറ്റൻസീസ്. ആ കോർ കോമ്പറ്റൻസീസ് ഉണ്ടോ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ബാർണി കൊണ്ടുവന്നൊരു ഫ്രെയിംവർക്കാണ് VRIO ഫ്രെയിംവർക്ക്. കോർ കോമ്പറ്റൻസ് എന്ന് പറയുന്നത് നമ്മൾ വാല്യൂബിൾ ആയിരിക്കണം. ആപ്പിളിനെ സംബന്ധിച്ച് ടെക്നോളജി, പാറ്റൻറ്റ് ഇതൊക്കെ വെച്ചിട്ട് ആപ്പിളിന് എന്ത് ചെയ്യാൻ പറ്റും, ഓപ്പർച്യൂണിറ്റീസ് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റും, ത്രെറ്റ്സിനെ ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ദാറ്റ് ഈസ് എ വാല്യൂ. സോ കസ്റ്റമർ വാല്യൂ പ്രൊവൈഡ് ചെയ്യണം. കസ്റ്റമർ വാല്യൂ വഴി കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള അഡ്വാൻറ്റേജ് പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളതാണ്. വാല്യൂ എന്ന് പറയുമ്പോൾ ഫണ്ടമെൻ്റൽ വാല്യൂ ആണ്. എന്നെ സംബന്ധിച്ച് ഐപാഡ് ഫണ്ടമെൻ്റൽ ആയിട്ട് ഒരു വാല്യൂ തരുന്നുണ്ട്. പക്ഷേ നത്തിങ്ങിൻ്റെ ഫോണിൻ്റെ ബാക്കിൽ ലൈറ്റ് എത്തുന്നത് ഫണ്ടമെൻ്റൽ വാല്യൂ അല്ല.
റയർനെസ്, IOS, അതേപോലെ തന്നെ മറ്റ് KFC യൂസ് ചെയ്യുന്ന പൗഡർ, ഇതൊക്കെ അവരുടെ സംബന്ധിച്ച് എന്താ യുണീക്കാണ്, റയറാണ്. അങ്ങനെ റയർ കോമ്പിറ്റൻസീസ് വഴിയാണ് നമുക്ക് എന്ത് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഇമിറ്റബിലിറ്റി, നമുക്ക് ഇമിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റാത്ത രീതിയിലുള്ള സംഭവമായിരിക്കണം. എൻ്റെ നോട്ട്സ് ഇമിറ്റേറ്റ് ചെയ്യാം, എൻ്റെ ക്ലാസ് കണ്ട് നോക്കാം, പക്ഷേ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ടീച്ചിങ് സ്റ്റൈൽ അല്ലേ ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റുമോ എനിക്കറിയില്ല. ഓക്കെ, അപ്പോൾ അത്ര പെട്ടെന്ന് ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. സോ ദാറ്റ് ഗിവ്സ് മീ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ്. ഓർഗനൈസേഷൻ ഇതെല്ലാം ഉണ്ടായിട്ട് കാര്യമില്ല, ഞാൻ എല്ലാത്തിനെയും കൂടി കറക്റ്റായിട്ട് എന്ത് ചെയ്യണം, ഓർഗനൈസ് ചെയ്യണം എന്നുള്ളൊരു പോയിൻ്റാണ് സംസാരിക്കാനായിട്ടുള്ളത്. SWOT അനാലിസിസ് ഈസ് എ ബി കാറ്റഗറി ടോപ്പിക്, പഠിക്കുക. ഓക്കെ, ഞാൻ അതിലോട്ട് പോകുന്നില്ല, നമ്മുടെ ടൈം ലിമിറ്റഡ് ആണ്. സത്യം പറഞ്ഞാൽ എനിക്ക് നീ പറയുന്ന പോലെ തന്നെ ഓഫ്ലൈൻ ക്ലാസ്സിന് പോകണം, ജസ്റ്റ് എന്ത് ചെയ്യാണ്, ജസ്റ്റ് എണീറ്റു. എന്നാൽ പിന്നെ രണ്ടാമത്തെ ചാപ്റ്റർ റെക്കോർഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. വൈകുന്നേരം ട്രെയിൻ ഉണ്ട്, അപ്പോൾ പറ്റുമെങ്കിൽ ഞാൻ മൂന്നാമത്തെയും കൂടെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കും. ലഞ്ച് ബ്രേക്കിനോ എപ്പോഴും റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കും. അതർവൈസ് അത് നിങ്ങൾ എന്ത് ചെയ്യുക, മാരത്തോൺ നോക്കുക എന്നേ പറയാനായിട്ടുള്ളൂ. ഓക്കെ, മൂവിങ് ഓൺ. പോർട്ട്ഫോളിയോ അനാലിസിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, എന്താണ് പോർട്ട്ഫോളിയോ അനാലിസിസ് എന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കുക. ഒരു ബിസിനസ്സിന് ഒരു കമ്പനിക്ക് ഒരുപാട് ബിസിനസ്സുകളുണ്ട്. ലൈക്ക് ടാറ്റയെ സംബന്ധിച്ച് TCS, ടാറ്റ മോട്ടോഴ്സ്, സുഡിയോ അല്ലേ, താജ് ഹോട്ടൽസ്, ഒരുപാട് ബിസിനസ്സുകളുണ്ട്. ഓരോ ബിസിനസ്സിലും എത്ര പൈസ നമ്മൾ അലോക്കേറ്റ് ചെയ്യണമെന്ന് നോക്കുന്ന സംഭവത്തെയാണ് പോർട്ട്ഫോളിയോ അനാലിസിസ് എന്ന് എന്ത് ചെയ്യുന്നത്, വിളിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് ഇങ്ങനെ എഴുതാം. പോർട്ട്ഫോളിയോ അനാലിസിസ് ഈസ് ആൻ അനാലിറ്റിക്കൽ ടൂൾ വിച്ച് വ്യൂസ് എ കോർപ്പറേഷൻ ഓക്കെ ആസ് എ ബാസ്ക്കറ്റ് ഓഫ് പോർട്ട്ഫോളിയോ പ്രൊഡക്ട്സ് ഓർ ബിസിനസ് യൂണിറ്റ്സ് ടു ബി മാനേജ് ഫോർ ദ ബെസ്റ്റ് പോസിബിൾ റിട്ടേൺസ്. ഓക്കെ, നമ്മൾ ആക്ച്വലി അപ്പോൾ റിസ്ക് കുറവുള്ള ബിസിനസ് നോക്കാം. ഓക്കെ, ആൻഡ് ഓൾസോ നമ്മൾ ഈ പറയുന്നത് പോലെ അത്യാവശ്യം റിട്ടേൺ ഉള്ള ബിസിനസ് നോക്കാം. ബാലൻസ് ചെയ്തിട്ട് വേണം മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. ഒബ്ജക്റ്റീവ്സ് ഓഫ് പോർട്ട്ഫോളിയോ അനാലിസിസ് ടു അനലൈസ് കറന്റ് മിക്സ് ഓഫ് ബിസിനസ് ആൻഡ് ടേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ്. ഇതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യണം, ഞാൻ ഓൾറെഡി പറഞ്ഞ പോയിന്റാണ്. സോ I for ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ്. ടു ഡെവലപ്പ് സ്ട്രാറ്റജീസ് ഫോർ ആഡിങ് ന്യൂ ബിസിനസ്സസ് ഇൻ ദ പോർട്ട്ഫോളിയോ ബൈ ഇൻഡ്യൂസിങ് ഗ്രോത്ത്. ഓക്കെ, സോ പുതിയ ബിസിനസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പറയുന്ന ഒരു പോർട്ട്ഫോളിയോ അനാലിസിസ് യൂസ് ചെയ്യും. നമുക്ക് സർപ്ലസ് ഫണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഓല ഇലക്ട്രിക് വെഹിക്കിൾസിലോട്ട് കടന്ന പോലെ നമുക്ക് ഇലക്ട്രിക് വെഹിക്കിൾസിലോട്ട് എന്ത് ചെയ്യാൻ പറ്റും, കണക്കാൻ പറ്റും. ഡിസൈഡ് ബിസിനസ് ടു ബി റീറ്റെയിൻഡ് ആൻഡ് ദ ബിസിനസ് ടു ബി എക്സ്ക്ലൂഡഡ്. ഏതൊക്കെ ബിസിനസ് റീറ്റെയിൻ ചെയ്യണം, ഏതൊക്കെ ബിസിനസ് എക്സ്ക്ലൂഡ് ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും. Advantages and limitations of portfolio analysis: it encourages top management to evaluate each of the corporation's business individually and to set objectives and allocate resources for each. ഓരോന്നും റിസോഴ്സസ് ഈ പറയുന്നത് പോലെ തന്നെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, അലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന പരിപാടിയാണ്. എക്സ്റ്റേണലി ഓറിയൻറ്റഡ് ഡാറ്റ വെച്ചിട്ട് നമ്മൾ മാനേജ്മെൻറ്റ് ജഡ്ജ്മെൻറ്റ് സപ്ലിമെൻറ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. ലൈക്ക് ബിസിനസ് മാഗസിൻസ്, ട്രേഡ് കോൺഫറൻസസ്, ഇതിലൊക്കെ വന്ന ന്യൂസൊക്കെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. ട്രേസസ് ഇഷ്യൂ ഓഫ് ക്യാഷ് ഫ്ലോ അവൈലബിലിറ്റി ഫോർ യൂസ് ഇൻ എക്സ്പാൻഷൻ ആൻഡ് ഗ്രോത്ത്. പൊസിഷൻ നിങ്ങൾക്ക് അറിയാമല്ലോ, സ്റ്റാർ, ക്യാഷ് കൗ, ഡോഗ്, ക്വസ്റ്റ്യൻ മാർക്ക് അങ്ങനെയുള്ള പൊസിഷൻ ഉണ്ട്. സോ ബേസിക്കലി സ്റ്റാറിനെ നമുക്ക് ഫിനാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പൈസ ആവശ്യമുണ്ട്. സോ പൈസ ഇവിടെ നിന്നൊക്കെ കണ്ടെത്തുന്നൊക്കെ നമുക്ക് സിസ്റ്റമാറ്റിക്കായിട്ട് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യമേ ഇത് വെച്ച് നോക്കിയാൽ പറ്റും. ഓക്കെ, ഇറ്റ്സ് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഫെസിലിറ്റേറ്റ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. ഓക്കെ, ഫൈൻ, ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, സോ ദർ ആർ ലിമിറ്റേഷൻസ്. ലിസ് എന്ന് ആലോചിച്ചാൽ മതി. ലിസ് എൽ എന്ന് പറയുന്നത് എന്താ, ലൈഫ് സൈക്കിളിനെ കുറിച്ച് കൺസിഡർ ചെയ്യുന്നില്ല. അപ്പോൾ കൊക്കോളയെ സംബന്ധിച്ച് കൊക്കോള എന്ന് പറയുന്ന ആ ഒരു എന്താ പറയുക കമ്പനി ക്വസ്റ്റ്യൻ മാർക്കാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ക്വസ്റ്റ്യൻ മാർക്ക് ആയത്? ബിക്കോസ് ഇറ്റ് ഹാസ് റീച്ച് മെച്യൂരിറ്റി സ്റ്റേജ്, അത് കൺസിഡർ ചെയ്യുന്നില്ല. ഓക്കെ LISS എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ ബേസിക്കലി നെക്സ്റ്റ് പോയിന്റ് എന്ന് സംസാരിക്കുന്നത്, ഓക്കെ, ഇഫ് ദേ ആർ ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ട് യൂസ് ചെയ്താൽ, I for what, ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ട് യൂസ് ചെയ്താൽ, ബ്ലൈൻഡ് ആയിട്ട് നമ്മളത് ബിലീവ് ചെയ്താൽ, എക്സാമ്പിൾ ബൈജൂസ് സ്റ്റാറാന്ന് വിചാരിച്ച് ഒരുപാട് പൈസയും കാര്യങ്ങളൊക്കെ ഇൻവെസ്റ്റ് ചെയ്തു, പക്ഷേ പൊളിഞ്ഞു പോയി അല്ലേ. So naively means കണ്ണടച്ച് following prescription of portfolio model may actually reduce corporate profits if they are used inappropriately. S4 എന്താണ്, സ്റ്റാൻഡേർഡ് സ്ട്രാറ്റജീസ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. അതായത് ബിസിനസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരിക്കലും അളന്ന് മുറിച്ച് സ്ട്രാറ്റജീസ് ഒന്നും യൂസ് ചെയ്യാനൊന്നും പറ്റില്ല. സ്റ്റാൻഡേർഡ് സ്ട്രാറ്റജീസ് യൂസ് ചെയ്താൽ അത് എന്തായിട്ട് മാറും, ഇംപ്രാക്ടിക്കലായിട്ട് മാറും, ഓപ്പർച്യൂണിറ്റീസിനെ മിസ് ഔട്ട് ചെയ്യും. ഓക്കെ, S സ്റ്റാൻഡ്സ് ഫോർ ഈ പറയുന്നത് പോലെ തന്നെ സബ്ജക്റ്റിവിറ്റി ആണ്, ഒബ്ജക്റ്റിവിറ്റി ബേസ്ഡ് അല്ല. നമ്മൾ നമ്മുടെ ഇഷ്ടപ്രകാരമാണ് എന്ത് ചെയ്ത് പൊസിഷൻസും കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. S4 വാട്ട്, സെഗ്മെൻറ്റ്സ്, പ്രൊഡക്റ്റ് മാർക്കറ്റ് സെഗ്മെൻറ്റ്സ് ഡിഫൈൻ ചെയ്യുന്നത് ഡിഫിക്കൽട്ടാണെന്നുള്ളൊരു പോയിൻ്റാണ് സംസാരിക്കുന്നത്. BCG ഷെയർ മെട്രിക്സ് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, പ്രശ്നമൊന്നുമില്ല. BCG ഷെയർ മെട്രിക്സ് സ്റ്റാർ അല്ലേ, മാർക്കറ്റ് ഗ്രോത്ത് റേറ്റ് ഹൈ ആണ്, മാർക്കറ്റ് ഷെയർ ഹൈ ആണ്. ക്വസ്റ്റ്യൻ മാർക്ക്, മാർക്കറ്റ് ഷെയർ കുറവാണ്, മാർക്കറ്റ് ഗ്രോത്ത് റേറ്റ് കൂടുതലാണ്. മാർക്കറ്റ് ഷെയർ കൂടുതലാണ്, മാർക്കറ്റ് ഗ്രോത്ത് കുറവാണ്. ക്യാഷ് കൗ രണ്ടും കുറവാണ്, ദാറ്റ് ഈസ് ഡോഗ്. ഓക്കെ, BCG മെട്രിക്സിൻ്റെ അഡ്വാൻറ്റേജസ്: വിഷ്വലൈസിങ് ഡിഫറെൻറ്റ് നീഡ്സ് അല്ലേ, അതായത് ഡിഫറെൻറ്റ് നീഡ്സ് വിഷ്വലൈസ് ചെയ്യാൻ സാധിക്കും. ജിയോനെ സംബന്ധിച്ച് ജിയോന് ഒരുപാട് ഫണ്ട് ആവശ്യമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. ക്വസ്റ്റ്യൻ മാർക്കിനെ സംബന്ധിച്ച് ക്വസ്റ്റ്യൻ മാർക്കിനെ നമുക്ക് സ്റ്റാറായിട്ട് കൺവേർട്ട് ചെയ്യണം എന്നുള്ളത് ആലോചിക്കാൻ വേണ്ടി സാധിക്കും. ആ ഒരു കാര്യമാണ് സംസാരിക്കുന്നത്. ഇറ്റ് വാണ്ട്സ് എ കോർപ്പറേറ്റ് പാരൻസ് ഓഫ് ഫിനാൻഷ്യൽ ഡിമാൻഡ്സ് ഓഫ് വാട്ട് മൈറ്റ് അതർവൈസ് ലുക്ക് ലൈക്ക് എ ഡിസൈറബിൾ പോർട്ട്ഫോളിയോ ഓഫ് ദ ഹൈ ഗ്രോത്ത് ബിസിനസ്സും. ഗ്രോത്ത് കൂടുതലാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ കമ്പനി ക്വസ്റ്റ്യൻ മാർക്കാണെങ്കിൽ, എക്സാമ്പിൾ BSNL ആണെങ്കിൽ നമ്മൾ അതിലോട്ട് കൂടുതൽ ഫണ്ട് ഇട്ടിട്ട് കാര്യമില്ല.
ഇറ്റ് ഓൾസോ റിമൈൻസ് കോർപ്പറേറ്റ് പാരൻസ് ദാറ്റ് സ്റ്റാർസ് ആർ ലൈക്ലി ഇവൻച്വലി ടു വെയിൻ മീൻസ് ഫെയ്ഡ് ആവാനുള്ള സാധ്യതയുണ്ട്. സോ നമ്മൾ ഈ പറയുന്നത് പോലെ തന്നെ അത്ര കോൺഫിഡൻറ്റ് വേണ്ട എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ പറയുന്നത് പോലെ തന്നെ ക്യാഷ് കൗസ് എന്നൊക്കെ പ്രോഫിറ്റ്സ് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും, റീഅലോക്കേറ്റ് ചെയ്യാൻ സാധിക്കും. എങ്ങോട്ട്? മറ്റ് ബിസിനസ്സിലോട്ട് റീഅലോക്കേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. എക്സാമ്പിൾ ടാറ്റ സ്റ്റീലിൽ നിന്ന് പൈസ എടുത്ത് നമുക്ക് ടാറ്റ മോട്ടോഴ്സിലോട്ടും മറ്റൊക്കെ മറിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. പക്ഷേ BCG മെട്രിക്സിൽ 3 പൊട്ടൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ട്. ഒന്ന് ഡെഫിനിഷണൽ വാഗ്നസ്, നമുക്ക് ഡിഫൈൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സ്റ്റാർബക്സ് കോഴിക്കോട് ഒരു ഔട്ട്ലെറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഗ്ലോബൽ മാർക്കറ്റിലത്തെ സ്റ്റാർബക്സിൻ്റെ പൊസിഷനാണോ ഇവിടുത്തെ മാർക്കറ്റിൽ സ്റ്റാർബക്സിൻ്റെ പൊസിഷനാണോ നമ്മൾ ഈ പറയുന്നത് നോക്കുന്നതെന്ന് തിരിച്ചറിയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ എപ്പോഴും BCG മെട്രിക്സ് അസ്യൂം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് റീറ്റെയിൻഡ് ആൻഡ് ലേണിങ്സ് വഴി നമ്മുടെ പൈസ വഴി ഗ്രോ ചെയ്യുന്നതാണ് എന്ത് ചെയ്യുന്നത്, എയിം ചെയ്യുന്നത്. പക്ഷേ ഒരിക്കലും നമുക്ക് അങ്ങനെ എപ്പോഴും അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമൊന്നുമില്ല. നമുക്ക് ചില സമയത്ത് നമുക്ക് ഈ ലോൺ എടുക്കേണ്ടി വരും. മറ്റ് ഈ പറയുന്നത് പോലെ തന്നെ ഷെയർസ് ഇഷ്യൂ ചെയ്യേണ്ടി വരും. അതിനെക്കുറിച്ചൊന്നും കൺസിഡർ ചെയ്യുന്നില്ല. അൺകൈൻഡ് ടു ആനിമൽസ്. അതായത് നമ്മളൊരു ഡിസിഷൻ എടുക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ പറയുന്നത് പോലെ തന്നെ ക്യാഷ് കൗന്ന് നമുക്ക് എന്തായാലും പ്രോഫിറ്റ് കിട്ടും. അതിൽ കൂടുതലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, കൂടുതലായിട്ട് അതിനെ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. ഡോഗിന് എന്തായാലും പ്രോഫിറ്റ് കിട്ടില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് അതിന് എന്ത് ചെയ്യാം, ക്ലോസ് ഡൗൺ ചെയ്യാം. ഇങ്ങനെ നമ്മളൊരു ഒരു മുൻധാരണ എടുക്കുന്ന സമയത്ത് അത് ഭയങ്കരമായിട്ടുള്ള രീതിയിലുള്ള പ്രോബ്ലമാറ്റിക് ആയിരിക്കും. 2-3 രീതിയിലുള്ള പ്രോബ്ലം വരും. ഒന്ന്, ആ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുടെ മോട്ടിവേഷൻ ഈ പറയുന്നത് പോലെ തന്നെ കുറയും. കാരണം അവരെന്തിനു വർക്ക് ചെയ്യുന്നു എന്നുള്ളൊരു സാധനമുണ്ട്. സെൽഫ് ഫുൾഫില്ലിംഗ് പ്രൊഫസി എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്നത് പോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, പ്രജുഡീഷ്യലായിട്ട് മുൻധാരണ എടുക്കുന്ന കാര്യമാണ്. ചില സിറ്റുവേഷൻസിനകത്ത് ഡോഗ് പെട്ടെന്ന് തന്നെ ഈ പറയുന്നത് പോലെ തന്നെ എന്ത് ചെയ്യും, ക്യാഷ് കോ പെട്ടെന്ന് തന്നെ ഡോഗായിട്ട് മാറും. ഡോഗിന് ചിലപ്പോൾ കുറച്ചും കൂടെ ഉള്ള ചാൻസസ് ബിസിനസ്സിനകത്ത് ഉണ്ടാവും. ആൻഡ് ഓൾസോ ഇറ്റ് വിൽ ബി എഫക്റ്റിംഗ് ഇൻ വാട്ട് നോക്ക് ഡൗൺ എഫക്റ്റ് ഉണ്ടാക്കും. മറ്റുള്ള ബിസിനസ്സിനെയും അതെന്ത് ചെയ്യും, ബാധിക്കും എന്നുള്ളൊരു പോയിൻ്റാണ് സംസാരിക്കാനായിട്ടുള്ളത്. ക്ലാരിറ്റി ഉണ്ടെന്ന് വിചാരിക്കുന്നു. ആണെന്ന് കരുതുന്നു. സെറ്റാണ്. ഫൈൻ. ഇത് C കാറ്റഗറി ടോപ്പിക് ജസ്റ്റ് ഒന്ന് പറ്റുമെങ്കിൽ സമയമുണ്ട് സ്റ്റേജസ് ഇൻ സ്ട്രാറ്റജിക് പ്ലാനിങ് ഒന്ന് നോക്കുക. എന്തൊക്കെയാണ് സ്റ്റേജസ് എന്നുള്ളത് നോക്കുക. സ്ക്രീൻഷോട്ട് എടുക്കുന്നവർക്ക് ഒന്ന് എടുക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഐ കനോട്ട് ഷെയർ ദീസ് PDF, കാരണം ഇത് ടെക്സ്റ്റ് തന്നെയാണ്. ഈ ഒരു സാധനം ഷെയർ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇത് ഇനിയിപ്പം ഓഫ്ലൈൻ ക്ലാസ്സിൽ പോയിട്ടായിരിക്കും നിങ്ങൾ ചോദിക്കുക. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതിൻ്റെ ഇടയിൽ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് സ്റ്റേജസ് ഇൻ സ്ട്രാറ്റജിക് പ്ലാനിങ്. ആദ്യം ഇൻട്രൊഡക്ഷൻ, എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റൽ അനാലിസിസ്, SWOT അനാലിസിസ്, സ്ട്രാറ്റജി. ഫസ്റ്റ് സെലക്ട് ദ കോർപ്പറേറ്റ് മിഷൻ ആൻഡ് മേജർ കോർപ്പറേറ്റ് ഗോൾസ്. അതിനകത്തൊരു മിഷൻ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ വരയ്ക്കുന്നു, സ്ട്രാറ്റജി ഫോർമുലേറ്റ് ചെയ്യുന്നു. മിഷൻ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് 4 എലമെൻറ്റ്സ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. മിഷൻ, പ്രസൻറ്റ് സ്റ്റേറ്റ്, വിഷൻ, ഡിസൈഡ് ഫ്യൂച്ചർ സ്റ്റേറ്റ്, കീ വാല്യൂസ്, ഗോൾസ്, ഇത്രയും കാര്യങ്ങളാണുള്ളത്. എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് അനലൈസ് ചെയ്യുന്നു, ഓപ്പർച്യൂണിറ്റീസ്, ത്രെറ്റ്സ് മനസ്സിലാക്കുന്നു, അതെങ്ങനെ ഓർഗനൈസേഷൻ്റെ മിഷനെ എഫക്റ്റ് ചെയ്യുന്നു നോക്കുന്നു. അനലൈസിസ് ഓഫ് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് ഇൻക്ലൂഡ്സ് മാക്രോ എൻവയോൺമെൻറ്റ്, ഇൻഡസ്ട്രി എൻവയോൺമെൻറ്റ്, കൺട്രി ലെവൽ എൻവയോൺമെൻറ്റ്. ഇന്റേണൽ എൻവയോൺമെൻറ്റ് അനലൈസ് ചെയ്യുന്നു, സ്ട്രെങ്ത് വീക്ക്നെസ് നോക്കാൻ വേണ്ടിയിട്ടാണ്. അനലൈസ് ഓർഗനൈസേഷൻ റിസോഴ്സസ്, കാപ്പബിലിറ്റീസ്, കോമ്പറ്റൻസ് ടു ജനറേറ്റ് സീരീസ് ഓഫ് സ്ട്രാറ്റജിക് ഓൾട്ടർനേറ്റീവ്സ് എന്ന രീതിയിലാണ് പറയുന്നത്. അതിനനുസരിച്ച് നമ്മളൊരു സ്ട്രാറ്റജി സെലക്ട് ചെയ്യുന്നു. സ്ട്രാറ്റജി സെലക്ട് ചെയ്യുന്ന സമയത്ത് ബെസ്റ്റ് സ്ട്രാറ്റജി ആയിരിക്കും സെലക്ട് ചെയ്യുക. നമ്പർ ഓഫ് സ്ട്രാറ്റജിക് ഓൾട്ടർനേറ്റീവ്സ് അവർ ഈ പറയുന്നത് പോലെ തന്നെ സ്ട്രാറ്റജീസ് കമ്പയർ ചെയ്യും. ഏതാണ് കൂടുതലായിട്ടും കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് നൽകുക എന്നുള്ള കാര്യം നോക്കും. ഇറ്റ് മസ്റ്റ് ബി അലൈൻ വിത്ത് ദ വിഷൻ ആൻഡ് മിഷൻ ഓഫ് ദി ഓർഗനൈസേഷൻ. സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റ് ചെയ്യും, സ്ട്രാറ്റജീസ് ആക്ഷനിലോട്ട് പുട്ട് ചെയ്യും. ആക്ഷൻസ് കോർപ്പറേറ്റ് ലെവൽ, ബിസിനസ് ലെവൽ, ഫംഗ്ഷൻ ലെവലിൽ ആക്ഷൻ എടുക്കും. ആക്ഷൻസ് ഈ പറയുന്നത് പോലെ തന്നെ സംസാരിച്ചു. പുട്ടിംഗ് ക്വാളിറ്റി ഇംപ്രൂവ്മെൻറ്റ് പ്രോഗ്രാംസ്, മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ, പൊസിഷനിങ് പ്രൊഡക്റ്റ് ഡിഫറൻ്റ്ലി, ചേഞ്ചിങ് ദ വേ പ്രൊഡക്റ്റ് ഈസ് ഡിസൈൻ, ഫീഡ്ബാക്ക് ലൂപ്പ് എന്ന് പറയുന്നത് സ്ട്രാറ്റജീസ് ആർ മോണിറ്റർ ടു ആക്സസ്. സൈക്ലിക്കലായിട്ടുള്ള പ്രോസസ്സാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, കൺട്രോളിങ് ഫംഗ്ഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുള്ള ഒരു പോയിൻ്റാണ് സംസാരിക്കാനായിട്ടുള്ളത്. ക്ലാരിറ്റി ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ആണെന്ന് എന്ത് ചെയ്യുന്നു, ആണെന്ന് കരുതുന്നു. ഫൈൻ. This is also important. Brainstorming sessions, special meetings, outside consultants, joint meetings. എന്താ ഉദ്ദേശിക്കുന്ന കാര്യം മനസ്സിലാക്കുക. ഇപ്പം ഞാനൊരു ട്രിപ്പ് പോകാമെന്ന് ക്ലാസ്സിൽ പറഞ്ഞു. പിള്ളേരെല്ലാം പല രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങി. അതായത് സാറേ കശ്മീർ പോവാം, മണാലി പോവാം, കുളു പോവാം, മലമ്പുഴയിൽ പോവാം, വണ്ടർലയിൽ പോവാം. അപ്പോൾ ആക്ച്വലി ഏതിനാണ് ഇതിൻ്റെ മെറിറ്റ്സ് ഒന്നും നമ്മൾ നോക്കുന്നില്ല. കുറേ ഓപ്ഷൻസ് ജനറേറ്റ് ചെയ്ത് അതിനാണ് ബ്രെയിൻ സ്റ്റോമിങ് സെഷൻസ് എന്ന് വിളിക്കുന്നത്. ടോപ്പ് മാനേജ്മെൻറ്റ് ആൻഡ് കീ എക്സിക്യൂട്ടീവ്സ് ആണ്. പാർട്ടിസിപ്പൻസ് നമ്പർ ഓഫ് ഓൾട്ടർനേറ്റീവ് ഷെയർ ചെയ്യും. മെറിറ്റ്സ് ഡിമെറിറ്റ്സിനും ഇമ്പോർട്ടൻസ് കൊടുക്കില്ല. സ്പെഷ്യൽ മീറ്റിംഗ്സ് കുറച്ചും കൂടെ കുറഞ്ഞ ആൾക്കാരെ വെച്ചിട്ട് ഈ പറയുന്നൊരു ഹോട്ടലിലോ വല്ലതൊക്കെ മീറ്റ് ചെയ്യുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്, സ്പെഷ്യൽ മീറ്റിംഗ്സ് എന്ന് വിളിക്കുന്നത്. ഇൻട്രപ്ഷൻസും കാര്യങ്ങളും കുറവായിരിക്കും, കുറച്ചും കൂടെ ഫോക്കസ്ഡ് ആയിരിക്കും. പാർട്ടിസിപ്പൻസ് ഡിഫറെൻറ്റ് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള സിനേരിയോസ് പ്രസൻറ്റ് ചെയ്യും, അതനുസരിച്ച് തീരുമാനമെടുക്കും. ഔട്ട്സൈഡ് കൺസൾട്ടൻറ്റ് നിങ്ങൾ ആലോചിക്കുക. ഫോർ എക്സാമ്പിൾ എൻ്റെ ബിസിനസ്സിൽ ഒരു
എന്താ പറയുക ഇൻറ്റീരിയർ ഡിസൈനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഏൽപ്പിക്കുകയാണ്. അപ്പോൾ പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട് എന്ത് ചെയ്യും, ഇതിൻ്റെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ പറയും. ഒബ്ജക്റ്റീവായിട്ട് അതിൽ എക്സ്പെർട്ടൈസ് ഉള്ള ഒരാളായിരിക്കും, ന്യൂ ആയിരിക്കും, ഫ്രഷ് ആയിരിക്കും, കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരിക്കും. പക്ഷേ ഒരു പ്രശ്നം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അയാൾക്ക് ഇവിടുത്തെ സാഹചര്യങ്ങളെക്കുറിച്ച് ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല, കേരളത്തിലത്തെ സാഹചര്യങ്ങളെക്കുറിച്ച്. അപ്പോൾ എൻ്റെ ഒരു എംപ്ലോയി കൂടി ചേർന്നിട്ട് ജോയിൻ മീറ്റിംഗ്സ് വഴി ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, പറയും എന്നുള്ളൊരു പോയിൻ്റാണ് സംസാരിക്കാനായിട്ടുള്ളത്. ക്ലാരിറ്റി ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ ആണെന്ന് എന്ത് ചെയ്യുന്നു, ഓക്കെ ആണെന്ന് കരുതുന്നു, സെറ്റാണെന്ന് കരുതുന്നു. ബയാസസ് ഓഫ് ഡിസിഷൻ മേക്കിംഗ്, ബി കാറ്റഗറി ടോപ്പിക്. ബയാസസ് ഓഫ് ഡിസിഷൻ മേക്കിംഗ് പഠിക്കേണ്ടതാണ്, ജസ്റ്റ് ഒന്ന് പഠിക്കുക. ഓക്കെ, അതിലോട്ട് കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നില്ല, പോകുന്നില്ല. ഓക്കെ, ടെക്നിക്സ് ടു ഇംപ്രൂവ് ഡിസിഷൻ മേക്കിംഗ്. ഓക്കെ, അതും ജസ്റ്റ് എന്ത് ചെയ്യുക, നോക്കുക എന്നുള്ളതേ പറയാനായിട്ടുള്ളൂ. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ഇത്രയും കാര്യങ്ങളാണ് എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു ഡിസ്കഷനകത്ത് വരുന്നത്. വീണ്ടും പറയുന്നു ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ള കാര്യം. ഐ എം ഗിവിങ് ദ ലിസ്റ്റ് ഞാൻ ഓൾറെഡി നിങ്ങളുടെ ഇതിനകത്ത് ഷെയർ ചെയ്തിട്ടുണ്ട് ഗ്രൂപ്പിനകത്ത്, ബട്ട് സ്റ്റിൽ ഒന്നുകൂടെ പറയുവാണ്. ഓക്കെ, പോർട്ട്ഫോളിയോ അനാലിസിസ്, BCG മെട്രിക്സ് പഠിക്കേണ്ട ഒരു ഏരിയയാണ്. ഇതൊക്കെയാണ് പോർട്ട്ഫോളിയോ അനാലിസിസ് ആൻഡ് ഓൾസോ നമ്മളെ സംബന്ധിച്ച് BCG മെട്രിക്സ് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കണം. ഓക്കെ, ഞാൻ പറഞ്ഞ ടോപ്പിക്സ് സ്ട്രെസ് ചെയ്യാം. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ പോർട്ടേഴ്സ് 5 ഫോഴ്സസ് ഫ്രെയിംവർക്കിൽ തന്നെ ഓക്കെ ത്രെഡ്സ് ടു ന്യൂ എൻട്രി പഠിക്കുക, കോമ്പറ്റീറ്റീവ് റൈവലറി പഠിക്കുക, ബാക്കി സ്വയം നോക്കുക. മെക്കാനിസംസ് ടു ഐഡൻറ്റിഫൈ സ്ട്രാറ്റജിക് ഓൾട്ടർനേറ്റീവ്സ്. എന്താണ് മെക്കാനിസംസ് ടു ഐഡൻറ്റിഫൈ സ്ട്രാറ്റജിക് ഓൾട്ടർനേറ്റീവ്സ്. ഓക്കെ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത ടോപ്പിക്ക്, അത് പഠിക്കുക. ദാറ്റ് ഈസ് ഓൾസോ എ കാറ്റഗറി ടോപ്പിക്. ടെക്നിക്സ് ടു ഇംപ്രൂവ് ഡിസിഷൻ മേക്കിംഗ്. എന്താണ് ടെക്നിക്സ് ടു ഇംപ്രൂവ് ഡിസിഷൻ മേക്കിംഗ്? ദാറ്റ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അയ്യോ ഞാൻ പറഞ്ഞിട്ടില്ല തോന്നുന്നു അല്ലേ? അങ്ങനെയാണെങ്കിൽ അത് ഞാൻ ലാസ്റ്റ് പറയാം. സോ ഇത്രയും ടോപ്പിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ബി കാറ്റഗറി ഏതാണെന്നൊക്കെ ചോദിച്ചാൽ സോട്ട് അനാലിസിസ് നോക്കേണ്ടതാണ്. സോട്ട് അനാലിസിസ് ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് പോകേണ്ടതാണ്. CSF കവർ ചെയ്ത് പോകേണ്ടതാണ്. ബയാസസ് ഓഫ് ഡിസിഷൻ മേക്കിംഗ് കവർ ചെയ്ത് പോകേണ്ടത്. ഓക്കെ ഫൈൻ. സോ ബേസിക്കലി നമ്മൾ മുന്നോട്ട് പോവാണ്. ജസ്റ്റ് ഞാൻ അതും കൂടെ വിട്ടു അതും കൂടെ പറഞ്ഞാൽ എനിക്കൊരു സമാധാനം കിട്ടും. സോ ബേസിക്കലി ഐ വിൽ ബി നോയിങ് ടുവേഴ്സ് ടെക്നിക്സ് ഫോർ ഇംപ്രൂവിങ് ഡിസിഷൻ മേക്കിംഗ്. ദാറ്റ് ഇസ് ഒന്നുമില്ല ഡെവിൾസ് അഡ്വോക്കസി എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ചില ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും. ഈ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്താലും സെറ്റ് അല്ലെ, വടക്കൻ സെൽഫിയിലത്തെ നിവിൻ പുള്ളിയുടെ പോലെ പറയുന്ന ആൾക്കാരുണ്ടായിരിക്കും. പക്ഷേ എന്താണെന്ന് വെച്ചാൽ നമ്മളെ സംബന്ധിച്ച് നെഗറ്റീവ്സും പോസിറ്റീവ്സും കറക്റ്റായിട്ട് പറയുന്ന ആൾക്കാരുണ്ടെങ്കിൽ അതാണ് കുറച്ചും കൂടെ കൂടുതലായിട്ട് എന്ത് ചെയ്യുക, നല്ലത്. അപ്പോൾ ഇവിടെ ഡെവിൾസ് അഡ്വോക്കസി എന്ന് പറയുന്നത് എന്താ വെച്ചാൽ ഒരാൾ ഡെവിൾ ആയിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, സോ ജനറേഷൻ ഓഫ് പ്ലാൻ, ഞാനൊരു പ്ലാന് പറയണം, ഞാൻ പറയുന്നത് മൂന്നാറിലേക്ക് പോവാം, അയാൾ പറയുന്നത് മൂന്നാറിൽ തണുപ്പ് കൂടുതലാണ് അല്ലേ. ആൻഡ് ക്രിട്ടിക്കൽ അനാലിസിസ് ഓഫ് ദാറ്റ് പ്ലാൻ. വൺ മെമ്പർ ഓഫ് ഡിസിഷൻ മേക്കിംഗ് ഗ്രൂപ്പ് ആക്ട്സ് ആസ് ഡെവിൾസ് അഡ്വക്കേറ്റ് എംഫസൈസിങ് ഓൾ ദി റീസൺസ് ദാറ്റ് മൈറ്റ് മേക്ക് ദ പ്രപ്പോസൽ അൺആക്സെപ്റ്റബിൾ. ഡയലക്റ്റിക് എൻക്വയറി കുറച്ചും കൂടെ കോംപ്ലക്സ് ആണ്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു തീസിസ്, അതായത് ഒരു വാദി പ്രതി എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യും, രണ്ടുപേരും വാദിക്കും. ഓക്കെ, എന്തുകൊണ്ട് ഒരാൾ പറയുകയാണ് നമുക്ക് ഗോവയ്ക്ക് പോകാം, ഗോവ ചില്ലാണ്, മറ്റാൾ പറയുന്നത് ഹംപി പോകാം, ഹംപി കുറച്ചും കൂടെ ആനന്ദ മൂവിയിലൊക്കെ കണ്ടിട്ടായിരുന്നു, കിട്ടില്ലാണ്. ആ രീതിയിലുള്ള ഒരു ഡിബേറ്റ് ഉണ്ടാകും. ഓക്കെ, ഒരു പ്ലാൻ ഉണ്ടാവും, കൗണ്ടർ പ്ലാൻ ഉണ്ടാവും, ആൻഡ് ഡിസൈഡ് വിച്ച് പ്ലാൻ വിൽ ലീഡ് ടു ഹയർ പെർഫോമൻസ്. ദ പർപ്പസ് ഓഫ് ദിസ് ഡിബേറ്റ് ഈസ് ടു റിവീൽ ദ പ്രോബ്ലംസ് വിത്ത് ഡെഫിനിഷൻസ് എന്നൊക്കെ രീതിയിൽ പറയുന്നത്. ഡയലക്റ്റിക് എൻക്വയറി ക്യാൻ പ്രൊമോട്ട് സ്ട്രാറ്റജിക് തിങ്കിങ്. സെക്കൻഡ് പോയിന്റ് ഈസ് ഔട്ട്സൈഡ് വ്യൂ. പുറത്തൊരാളോട് നമ്മൾ ചോദിക്കുകയാണ്, ഇപ്പോൾ ടൂർ പോകുന്ന കേസാണെന്നുണ്ടെങ്കിൽ തന്നെ പാസ്റ്റായിട്ട് ഇതിന് മുൻപ് ടൂർ പോയിട്ടുള്ള ചേട്ടന്മാരോട് ചോദിക്കുകയാണ്, ഡിറ്റർമിൻ വെദർ ദോസ് ഇനീഷ്യേറ്റീവ് സക്സീഡ് ഓർ ഫെയിൽ ആൻഡ് ഇവാലുവേറ്റ് ദ പ്രൊജക്ട് ഹാൻഡ് അഗെയിൻസ്റ്റ് പ്രയർ ഇനീഷ്യേറ്റീവ്സ്. ഗ്രൂപ്പ് തിങ്ക്, ഇർവിൻ ജാനിസ് എന്ന് പറയുന്ന ഒരാൾ ഈ പറയുന്നത് പോലെ തന്നെ കൊണ്ടുവന്നിട്ടുള്ള ഒരു കാര്യമാണ്. എപ്പോഴും ഒരു ഗ്രൂപ്പ് ഒരു പേഴ്സൻ്റെ അറൗണ്ട് ആയിട്ടാണ് നിൽക്കുന്നത്. ചില രാഷ്ട്രീയക്കാരൊക്കെ പറയുന്ന കാര്യങ്ങൾക്ക് പറയില്ലേ, എന്ത് പറഞ്ഞാലും അതന്നെ സംഭവം എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. പക്ഷേ അത് നെഗറ്റീവായിട്ടുള്ളൊരു സംഭവമാണ്. പുവർ ഡിസിഷൻസിലോട്ട് ഡീൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. കാരണം അവിടെ ഒരു ഒബ്ജക്റ്റീവായിട്ട് നമ്മുടെ സ്വന്തമായിട്ടുള്ള രീതിയിലുള്ള ഒരു അസസ്മെൻറ്റ് ഉണ്ടാവില്ല. സോ ഐ ആം ഹാപ്പി ടു കൺക്ലൂഡ് മൈ സെക്കൻഡ് ചാപ്റ്റർ ഓൾസോ അറ്റ് 30 minutes. 30 മിനിറ്റിൽ നമ്മുടെ പരിപാടി തീർത്തിട്ടുണ്ട്. 3-4 സമയമുണ്ടെങ്കിൽ 7:30 ഓക്കെ, പെട്ടെന്ന് എനിക്ക് ഈ പറയുന്നത് പോലെ തന്നെ ഓഫ്ലൈൻ ക്ലാസ്സിൽ എത്തേണ്ടതുണ്ട്. ഓക്കെ, ഇനി വൈകിയാൽ ഞാൻ പാട്ട് പാടേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ 3rd ചാപ്റ്റർ പറ്റുമെങ്കിൽ ഇപ്പോൾ തന്നെ റെക്കോർഡ് ചെയ്യാൻ നോക്കട്ടെ, ടൈമും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട്. വൈകുന്നേരം എന്തായാലും പറ്റും തോന്നുന്നില്ല, കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് തിരിച്ച് നാട്ടിലോട്ട് പോകണം, രാത്രി എത്താൻ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഓഡിറ്റിങ്ങിൻ്റെ കേസ് എന്ത് ചെയ്യാം എന്നുള്ളത് ഞാൻ ആലോചിക്കട്ടെ. ഓഡിറ്റിംഗ് കേസിനകത്ത് എൻ്റെ പഴയൊരു മാരത്തൺ ഉണ്ട്, ദാറ്റ് ഐ വിൽ ഡെഫിനറ്റ്ലി അപ്ലോഡ് ദാറ്റ്. അതെന്തായാലും അപ്ലോഡ് ചെയ്ത് തരാം. ഓക്കെ, ബാക്കി പുതുതായിട്ട് റെക്കോർഡ് ചെയ്യുന്ന കാര്യം സംശയമാണ്. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. ഓൾ ദ ബെസ്റ്റ്.